ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ കപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ലൈറ്റ് കുറച്ച് കൂടുതലാവും കേട്ടോ, ഇവിടെ നല്ല ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർ ഞാൻ തുടക്കത്തിലേ പറയാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളേക്ക് ലിങ്ക് എത്തും. അപ്പോൾ ഞാനിതൊക്കെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്, ഒന്നും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതല്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ വാങ്ങിയതിനേക്കാളും റേറ്റ് കുറവിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റും അതിലടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടൻറ്റും എൻ്റെ പുതിയ മേക്കപ്പ് പ്രൊഡക്ട്സും എല്ലാം നിങ്ങളെ കാണിച്ചു തരും. ഞാൻ സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല പ്രൊഡക്ട്സ് ആണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നോർമൽ സ്കിന്നിനും പിന്നെ ഓയിലി സ്കിന്നിന് അങ്ങനെ പറ്റില്ല. എൻ്റെത് നോർമലി എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് ഫേസ് വാഷോ ക്ലെൻസറോ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ജാക്ലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് സ്നെയിൽ 96 എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിലുണ്ട് കേട്ടോ. സാധാരണ എല്ലാ ഫേസ് വാഷിലും അത് കാണാറില്ല, അതാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം. മറ്റേ ഒച്ചിൻ്റെ ഒരു സിറൊക്കെ ഇല്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ആഫ്റ്റർ യൂസിന് ശേഷം നല്ലൊരു മിനുസാണ് കേട്ടോ മുഖം തൊടാനായിട്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റ് ചെയ്യും, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. മോർണിംഗ് ആയാലും AM to PM വരെ നമുക്ക് കെയറിങ് കിട്ടുന്നുണ്ട്. എന്താ പറയുക, സാധാരണ സൺസ്ക്രീനൊക്കെ നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് തുടച്ചിട്ട് വീണ്ടും ഇടാം, അല്ല അതിൻ്റെ മേലെ കൂടെ തന്നെ വീണ്ടും ഇടുക, അങ്ങനെയൊക്കെയല്ലേ പറയാറ്. പക്ഷേ ഇത് AM to PM വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ pH ബാലൻസ്ഡ് ആണ് കേട്ടോ, അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതിന് റേറ്റ് MRP റേറ്റ് കൊടുത്തിട്ടുള്ളത് 399 രൂപയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആഫ്റ്റർ യൂസിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു തൊടുമ്പോൾ ഭയങ്കര ഒരു മിനുസ ഫീൽ ചെയ്യും കേട്ടോ. അതാണ് ഈ കണ്ടൻറ്റ് ഇതിലുള്ളതുകൊണ്ടാണ് അങ്ങനെ. സ്നെയിൽ 96 എന്ന് പറയുന്ന കണ്ടൻറ്റ് ഇതിലുള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് ഫേസ് വാഷ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നുകൂടി പറയാം. 399 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഒറഗലോടെ വിറ്റാമിൻ സി ടോണറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കപ്പിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ ചെയ്യുക എന്നുള്ളതാണ്. എടുത്തിരിക്കുന്നത് ഒറഗലോടെ വിറ്റാമിൻ സി ടോണറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആണ് കേട്ടോ. ബ്രൈറ്റനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വിറ്റാമിൻ സിയുടെ ആയുർവേദിക് ആണെന്നാണ് പറയുന്നത്. pH ബാലൻസ്ഡ് ആണ്. ഇൻഫ്യൂസസ് ഫ്രഷ്നെസ് ആൻഡ് ഗ്ലോ, കീപ്സ് ദ സ്കിൻ ഹൈഡ്രേറ്റഡ് എന്നൊക്കെയാണ് പറയുന്നത്. പിഗ്മെൻറ്റേഷൻ പോകുന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അത്യാവശ്യം നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെടുന്നത്. സ്മെല്ലായാലും ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മൈൽഡായിട്ടുള്ള സ്മെല്ലാട്ടോ. ഓവർ കുത്തലും കാര്യങ്ങളൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് 2 ദിവസമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഏതാണ് ടോണർ, നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ടോണർ ഒന്ന് സ്കിന്നിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അടുത്തത് മോയ്സ്ചറൈസിങ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. നമുക്ക് ഇടേണ്ടത് മോയ്സ്ചറൈസിങ് ആണ് ഞാൻ ഇടാറ്. ഇപ്പം ഞാനൊരു പുതിയ പ്രൊഡക്റ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, സിറ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ സിറ ഇങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ രാത്രി അല്ലെങ്കിൽ പകലൊക്കെ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സിറം ഞാൻ അപ്ലൈ ചെയ്യുക. പിന്നീട് ഞാൻ എൻ്റെ പണികൾ എടുക്കുക, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ മേക്കപ്പിൻ്റെ കൂടെ സിറം ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സിറം ഇതന്നെയാണ്. അതേ ബ്രാൻഡിൻ്റെ സ്നെയിൽ 96 എന്ന് പറയുന്ന സിറം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇതും നിങ്ങളോട് റിസൾട്ട് പറയുന്നത്. ഇതും ഞാൻ പറഞ്ഞില്ല, ആ ഉച്ചിൻ്റെ ടൈപ്പ് സിറാണ്. നമുക്കിങ്ങനെ ഒട്ടുപിടിക്കുന്ന ഫീലിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെയിം സാധനം തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. ഇതിൻ്റെ 30 ml കേട്ടോ 599 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പ്രൈസ്
കുറയൊന്ന്. ഒരു ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പാണ് കേട്ടോ, കണ്ടില്ലേ? ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ, നല്ലൊരു ഗ്ലോ ആണ്. അപ്പം ഇത് നമുക്ക് അടുത്തായിട്ട് ഇടാം. ഞാൻ സീറം ആദ്യം ഇട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, പിന്നീട് വാഷ് ചെയ്ത് കളയുക ചെയ്യാറ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മേക്കപ്പിൻ്റെ കൂടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇടുക ചെയ്യാറ് കേട്ടോ. ആദ്യം ഞാൻ ചെയ്തിരുന്നത് ഇത് ടോണർ ഇടും, മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആ ഒരു ഇതായിരുന്നു. ഇപ്പം ഞാൻ ടോണർ ഇട്ടതിന് ശേഷം ഞാൻ എപ്പോഴും സിറം, ഏതെങ്കിലും ഒരു സിറം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി. സ്കിന്ന് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഡാമേജ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് സ്കിന്ന് നന്നായിട്ട് ഡാമേജ് പറ്റുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ എൻ്റെ സ്കിന്ന് പിന്നെ ഒന്നിനും പറ്റാതാവുന്നു ഉള്ള തോന്നൽ ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സിറം ഇട്ടു, കണ്ടില്ലേ? നമുക്കിങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്നൊരു ഫീലാട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വലിയ നല്ലതാണ്. പിന്നെ ഞാനിടുന്നത് സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് അതേ ബ്രാൻഡിൻ്റെ വിറ്റാമിൻ സി UV എക്സ്പേർട്ട് സൺസ്ക്രീനാണ്. SPF 50+++, 3+ വരുന്നതാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ സ്കിന്ന് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റൊക്കെ എടുക്കുന്നത്. നിങ്ങളുടെ സ്കിൻ ഇതാണെങ്കിൽ നിങ്ങൾ എന്തായാലും മേടിച്ചോളൂ. ഓയിൽ സ്കിൻ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ, അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇത് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തുള്ള പ്രൊഡക്റ്റാണ്. UVB പ്രൊട്ടക്ഷനും കൂടിയുള്ള ഒരു സംഭവമാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് റേറ്റ് കുറവിൽ കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, സ്റ്റിക്കൊന്നുമല്ല, ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ, നല്ല സാധനമാണ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടാം. വൈറ്റ് കാസ്റ്റ് ഒന്നും തീരില്ല കേട്ടോ, ഇട്ട പോലെ അവിടെ കിടക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് പിന്നെ ഓവറായിട്ട് ഇത് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഓവറായിട്ട് എടുക്കേണ്ട ത്രീ ഫിംഗർ റൂളൊന്നും ഇതിൽ വേണ്ട കാര്യമില്ല. അത്യാവശ്യം കുറച്ച് എടുത്തിട്ട് തേച്ചാൽ മതി. നന്നായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു സംഭവമാണിത്. കുറച്ചെടുത്താൽ കുറേ ഉള്ള പോലെ നമുക്ക് തോന്നിപ്പിക്കും. കണ്ടില്ലേ, ഇത്രയ്ക്ക് സൂപ്പറാണ്. കണ്ടോ എത്ര പെട്ടെന്ന് അത് മുഖത്ത് ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ അബ്സോർവ് ആയി പോകുന്നതെന്ന് അറിയോ? ഭയങ്കര രസമാട്ടോ. ഞാൻ യൂസ് ചെയ്തതിൽ നല്ലൊരു സൺസ്ക്രീൻ എന്ന് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക്. സൂപ്പറാണ്. നമുക്ക് പെട്ടെന്ന് മുഖത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു അടിപൊളി സാധനം, സൂപ്പറാണ്. അപ്പോൾ അടുത്ത വരുന്നത് കൂടുതൽ നേരം നമുക്കിങ്ങനെ വെച്ചോണ്ട് നിൽക്കേണ്ട ആവശ്യമോ ഫാൻ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, സൂപ്പറാണ്. പിന്നെ നെക്സ്റ്റ്, അപ്പം ഇതൊന്ന് ഇങ്ങനെ പിടിച്ചോട്ടെ. അതിന് മുന്നേ ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഞാൻ മുടിയിൽ തീരെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ടാബ്ലറ്റ്സൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, റോസ്മേരി വാട്ടർ. എല്ലാവരും ഇതിൻ്റെ ട്രെൻഡിങ് ആയ സമയത്തൊന്നും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് യൂസ് ചെയ്യാൻ തോന്നിയത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒറഗലോടെ റോസ്മേരി വാട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൽ കൊടുത്തിരിക്കുന്ന MRP റേറ്റ് വരുന്നത് 349 രൂപയാണ്. പക്ഷേ ഞാനിത് നെസ്റ്റോന്ന് മേടിച്ച കാരണം എനിക്ക് ഓഫറിൽ 179 അത്രയ്ക്കോ കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അടുത്തുള്ള നെസ്റ്റോളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും, ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ രാവിലെ അടിച്ചതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. അഴിക്കില്ല, നമ്മളുടെ ഈ മുടിയില്ലാത്ത ഭാഗത്തോട്ടൊക്കെ. എനിക്ക് ഇവിടേക്കാണ് കേട്ടോ മുടി കുറവുള്ളത്. അവിടേക്കൊന്ന് സ്പ്രേ ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി കുളി കഴിഞ്ഞതിന് ശേഷമാണ്, അതാണ് അവർ പറയുന്നത്. നമുക്ക് ഹെയർ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നരേഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രിവെൻസ് ഹെയർ ഫോൾ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു അടിപൊളി സാധനമാണ്. ഞാൻ പറയണ്ടല്ലോ, അതൊക്കെ ട്രെൻഡായ സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. സൂപ്പറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 349 രൂപയാണ്. ബോട്ടിലിൻ്റെ ml 200 ml ബോട്ടിലാണ്. നല്ലതാണ് കേട്ടോ. എനിക്ക് സ്പ്രേ ചെയ്ത് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കെടുത്ത് സ്പ്രേ ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് മുടി വളരുമല്ലോ അല്ലേ. അപ്പോൾ ഇതും അടിപൊളിയാണ്. ഇനി നമുക്ക് സ്കിന്നിലോട്ട് തിരിച്ച് വരാം. അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ BB ക്രീമാണ്. ഞാൻ സൺസ്ക്രീൻ ഇട്ട ശേഷം നമുക്ക് ഫൗണ്ടേഷനോ BB ക്രീമോ CC ക്രീമോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പോൺസിൻ്റെ BB ക്രീം നിങ്ങൾക്കറിയാമല്ലോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ
അടിപൊളിയാണ് കേട്ടോ. മേക്കപ്പ് ഇട്ടു എന്ന് തോന്നിക്കില്ല, എന്നാൽ ഇട്ടിട്ടില്ല എന്ന് തോന്നിക്കില്ല. അങ്ങനത്തെ ഒരു അടിപൊളി സാധനമാണ്. ഞാൻ പണ്ട് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ബ്ലെൻഡറൊക്കെ വെച്ചിട്ടായിരുന്നു ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ബ്ലെൻഡറൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒക്കെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടും, ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കും, അങ്ങനെയാണ് ഇപ്പം ചെയ്യാറ്. ഇത് ഈസി ടു ബ്ലെൻഡാണ്. ഇതിന് നമുക്ക് ബ്ലെൻഡറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ കൈ തന്നെ ധാരാളമാണ്. അതെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. മേക്കപ്പിൻ്റെ ഒരു പകുതി വരെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്ട്സുകളൊക്കെ ധാരാളമാണ്. പിന്നെ നിങ്ങൾക്ക് കല്യാണത്തിനോ എന്തെങ്കിലും പാർട്ടീസൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൺസീലർ യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യാം, പിന്നെ എന്തൊക്കെയാണ് ബ്ലഷ് യൂസ് ചെയ്യാം, ഒക്കെ യൂസ് ചെയ്യാം, മസ്കാര, ഐലാഷ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോമ്പാക്റ്റോ പൗഡറോ എന്ത് യൂസ് ചെയ്യാം. ഞാൻ അവിടെ പൗഡറാണ് എടുക്കാറ്. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് സെയിം ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. മാറ്റ് ഫിനിഷാണ്. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ലോ, ഈ ലിപ്സ്റ്റിക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചത്. ഇത് ഞാൻ തേടി പിടിച്ച് അതേ സ്ഥലത്ത് പോയിട്ട് മേടിച്ച ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഇതന്നെ ഞാൻ പിന്നെയും മേടിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി സാധനമാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്. നല്ല മെറൂൺ ഷെയ്ഡാണ്, സൂപ്പറാണ്. കണ്ടോ? അടിപൊളിയാണ്. നമുക്കിത് നല്ല ഡാർക്കായി ഇട്ടാലും നമുക്കത് ഓവറായിട്ട് ഫീൽ ചെയ്യില്ല, സൂപ്പറാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഏകദേശം ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മേക്കപ്പ് ഫിക്സർ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴൊന്നും ചെയ്യാറില്ല ഈ ഒരു പ്രോസസ്സ്, എപ്പോഴെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ചെയ്യാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സിക്സ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. സിക്സ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് ചെയ്യുമ്പോൾ കണ്ണടയ്ക്കാതെ തുറക്കാതിരിക്കരുത്. ഞാനിപ്പോൾ ചെയ്ത പോലെ ആരും അനുകരിക്കരുത്. അപ്പോൾ ഇത് ഫേസ് ഏറെക്കുറെ എല്ലാം കഴിഞ്ഞു. ഇനി പൊട്ട് വയ്ക്കുന്നവർക്ക് പൊട്ട് വയ്ക്കാം, കണ്ണെഴുതുന്നവർക്ക് കണ്ണെഴുതാം. ഇനി അടുത്തത് നമുക്ക് ഹെയറിലോട്ട് പോകാം. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഹെയറിലൊന്നും ചെയ്യാറില്ല. എങ്ങനെ ചെയ്യുന്നതും കെട്ടി വയ്ക്കും, എവിടെയെങ്കിലും ചെന്നാൽ പരത്തിയിടും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു. തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. നമ്മൾ ഇപ്പോൾ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങാൻ പോവുകയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ മതി. സ്കിൻ ടൈപ്പിനനുസരിച്ച് അവർ നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ജാക്ലൈൻ്റെ സ്നെയിൽ 96 എന്ന് പറയുന്ന ഒരു ഫേസ് ക്ലെൻസറാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, 399 ആണ് വരുന്നത്. പിന്നെ മേടിച്ചിരിക്കുന്ന സിറം ഇത് തന്നെയാണ്. ഇത് ഈ ബ്രാൻഡിൻ്റെ തന്നെ സ്നെയിൽ 96 എന്ന് പറയുന്ന പവർ സീറം ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റോസ്മേരി വാട്ടർ ഹെയറിന് മേടിച്ചിട്ടുണ്ട്, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സൺസ്ക്രീനാണ് വരുന്നത് കേട്ടോ. വിറ്റാമിൻ സിയുടെ UV എക്സ്പേർട്ട് സൺസ്ക്രീനാണ് മേടിച്ചിട്ടുള്ളത്. SPF 50+++++++. പിന്നെ ടോണർ നമ്മൾ ഒറിഗലോടെ ടോണറായിട്ട് മേടിച്ചിട്ടുള്ള. പിന്നെ ലിപ്സ്റ്റിക്ക് പറയണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് അതേ ബ്രാൻഡിൻ്റെ തന്നെ ഐറ്റോണൽ ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓൺലൈനിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിലും റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് വേണ്ടവരെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേര് സെർച്ച് ചെയ്യുക, വിസ്മയ അഖിൽ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്തിട്ടുള്ള കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഇട്ട് കണ്ണെഴുതാം, പൊട്ട് വയ്ക്കണേ പൊട്ട് വരാം, ഫേസിലെ ഒരു ചേഞ്ച് കണ്ടാവും. ഇത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൽ സൺസ്ക്രീനാണ്, പെട്ടെന്ന് അബ്സോർവ് ആയി പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഞാൻ അപ്ഡേഷൻ ചെയ്ത പ്രൊഡക്റ്റുകൾ. ഇനി ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോയിൽ ടാറ്റാ.